നമസ്കാരം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ ആത്മാഭിമാനമുണ്ട്. എനിക്കെന്ന് മാത്രമല്ല, ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരും വലിയ ആത്മവിശ്വാസത്തോടും വലിയ അഭിമാനത്തോടും പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. സംഭവം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറാണ്. 2025 മെയ്യിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് സംസാരിക്കാൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ചില കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ചതാണ്, ചില സത്യങ്ങളും അർത്ഥസത്യങ്ങളും കേട്ടിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നിൽ നടന്ന യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. കൃത്യം പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഭീകരത തുടച്ചു നീക്കാനായി ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇതുവരെ വെളിപ്പെടുത്തിയതും അല്ലാത്തതുമായ വസ്തുതകളുമായിട്ട് ഒരു ഡോക്യുമെൻ്ററി, ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ, അത് വാർണർ ബ്രദേഴ്സ് ഡിസ്കവറി ഇന്ത്യ ആണ് അത് തയ്യാറാക്കിയത്. ആ ഡോക്യുമെൻ്ററി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാം. കാരണം 2025 ഏപ്രിൽ 22 പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തെ ബൈസരൺ വാലി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അവിടെ വലിയൊരു ഭീകരാക്രമണം അരങ്ങേറുന്നു. ആയുധധാരികളായ 3 പേർ, യന്ത്രത്തോക്കുകളുമായി എത്തിയ 3 പേർ 26 വിനോദസഞ്ചാരികളെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്നു. ആ 26 പേരും പുരുഷന്മാരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ആ പുരുഷന്മാരെ എല്ലാവരെയും മതം പറഞ്ഞുകൊണ്ടാണ്, മതം ആരാണെന്ന്, ഏത് മതത്തിൽപ്പെട്ടവരാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊന്നു തള്ളിയത്. ആ 26 പേർ കൊല്ലപ്പെട്ടതിൽ 25 വിധവകളെയും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പാകിസ്ഥാൻ പശ്ചാത്തലമുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടന, അതിൻ്റെ പേര് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, TRF എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഇവരാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പോൾ അവിടെ നടന്ന മറ്റൊരു പൈശാചികമായ ഒരു സംഗതി കൂടിയുണ്ട്. അവിടെ തമ്പടിച്ചിരുന്ന വിനോദസഞ്ചാരികളെ തോക്കിൻ മുനയിൽ നിർത്തിയ ഭീകരർ, അവർ നമ്മുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഇതുകൂടാതെ അവിടെ ഇപ്പോഴും ലോകത്തുള്ളവർ അതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു സംഗതി, അവിടെ കർണാടകയിലെ ശിവമോഗ സ്വദേശിനിയായ മഞ്ജുനാഥ് റാവു എന്ന ഒരു വിനോദസഞ്ചാരിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മുൻപിൽ വെച്ച് വധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഈ ഭീകരൻ്റെ മുമ്പിൽ യാചിച്ചു, ഞങ്ങളുടെ ഈ പറയുന്ന മഞ്ജുനാഥിനെ വിട്ടുകിട്ടണം എന്നുള്ള, അദ്ദേഹത്തെ വധിക്കരുതെന്ന്. പക്ഷേ അവർ ആക്രോശിച്ചത് നിങ്ങൾ പോയി മോദിയോട് പറയൂ എന്നുള്ളതാണ്. അപ്പോൾ മോദിയോട് പറഞ്ഞു. മോദി അതിന് പരിഹാരവും കണ്ടു. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. പഹൽഗാമിലെത്തിയ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുന്നതിലൂടെ ഈ ഭീകരർ ലക്ഷ്യമിട്ടത് ഇന്ത്യൻ ഭരണകൂടത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വെല്ലുവിളിക്കുകയും തങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ഒരു സന്ദേശം ഡൽഹിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതായത് പ്രധാനമന്ത്രിയോട് പോയി പറയൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്നതാണ് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ മനഃപൂർവ്വം മാനസികമായി തകർക്കാനും ഈ ഭീകര സന്ദേശം തിരികെ എത്തിക്കാനുമുള്ള ഒരു ആഹ്വാനത്തോടെയാണ് ഭീകരർ ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി പിന്നീട് വ്യക്തമാക്കി. നമുക്കറിയാം, കശ്മീർ അതിൻ്റെ പ്രത്യേക പദവിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഭീകരാക്രമണങ്ങൾ നന്നേ കുറഞ്ഞ ഒരു ഘട്ടമാണ്. അപ്പം കാശ്മീരിനെ പഴയ കാശ്മീർ തന്നെ ആക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പര്യടനം വെട്ടിച്ചുരുക്കി ഉടനെ തന്നെ ഒരു അടിയന്തര യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നു. അപ്പോൾ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ഡോക്യുമെൻ്ററിയിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ കണ്ട മാത്രയിൽ ചോദിച്ചത്, ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് എനിക്കറിയണം, അത് എത്രയും പെട്ടെന്ന് അറിയണം, അതിനുടനെ പരിഹാരവും കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പുതുതായി വിവാഹിതരായവരും വിനോദസഞ്ചാരത്തിനെത്തിയവരുമായിരുന്നു.
ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ആ സ്ത്രീകളുടെ ദുഃഖത്തോടുള്ള ആദര സൂചകമായി അവരുടെ നെറ്റിയിലെ മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരം ചോദിക്കാൻ പ്രധാനമന്ത്രി മോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് എന്ന് ഈ ഡോക്യുമെൻ്ററിയിലൂടെ പുറത്തു വന്ന, നേരത്തെ തന്നെ അത് വന്ന ഒരു സംഗതിയാണ്, എന്നാൽ അത് ആധികാരികമായി ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിലൂടെ വെളിപ്പെടുകയാണ്. 2025 മെയ് 7 കൃത്യം സമയം പുലർച്ചെ, അതായത് അർദ്ധരാത്രി 1:05 ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ചരിത്ര ദൗത്യം 88 മണിക്കൂർ നീണ്ടുനിന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ മുഖ്യ ഭൂമികയിലേക്ക് കടന്നു ചെന്നിട്ട് പഞ്ചാബ് പ്രവിശ്യയിലെയും ഉൾപ്രദേശങ്ങളിലെയും അതിശക്തമായ ഭീകരവാദ ആസ്ഥാനങ്ങൾ ഇന്ത്യ തകർത്തു. അപ്പോൾ അതൊന്ന് ബഹാവൽപൂരിൽ, അവിടെ മർക്കസ് സുഭാൻ എന്ന ഒരു ഭീകര കേന്ദ്രം, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര സംഘടനയുടെ പ്രധാന ആസ്ഥാനമാണ്. അവിടെ ഇന്ത്യ ആക്രമണം നടത്തി. പിന്നെ മുരിഡ്കെ എന്ന് പറയുന്ന സ്ഥലത്ത് മർക്കസ് തായ്ബ, അത് ലഷ്കർ എ തോയ്ബ ആ സംഘടനയുടെ ആഗോള ആസ്ഥാനവും പ്രധാന പരിശീലന കേന്ദ്രവുമായിരുന്നു. അടുത്ത ആക്രമണം നടത്തിയത് സിയാൽകോട്ടാണ്. അവിടെ മഹ്മൂന ജോയ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഹിസ്ബുൾ മുജാഹിദിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭീകര താവളമാണ്. അടുത്തത് തെഹ്റ കലാൻ എന്ന് പറയുന്ന അവിടെ സർജാൽ, അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു തന്ത്രപ്രധാന ക്യാമ്പുമാണ്. ഇതുകൂടാതെ പാക് അധീന കാശ്മീരിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്ത്യ ആക്രമണം നടത്തി. അതൊന്ന് മുസഫറാബാദാണ്. അവിടെ സൈദ്ന ബിലാൽ എന്ന സ്ഥലം, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ പരിശീലന കേന്ദ്രമാണ്. മുസഫറാബാദിൽ തന്നെ ഷവാമീൻ ലല്ല ക്യാമ്പ്, അത് ലഷ്കർ എ തോയ്ബയുടെ താവളം. മറ്റൊന്ന് കോഡ്ലി, അവിടെ മർക്കസ് അബ്ബാസ്, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആയുധ സംഭരണശാലയും ക്യാമ്പുമായിരുന്നു. അടുത്തത് കോട്ട്ലിയാണ്, അത് അവിടെ മർക്കസ് റഹീൽ ഷാഹിദ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ഹിസ്ബുൾ മുജാഹിദിൻ്റെ പ്രധാന ക്യാമ്പായിട്ട് പ്രവർത്തിച്ചിരുന്നു. അവസാനമായിട്ട് ആക്രമണം നടത്തിയത് 9ാമത്തെ സ്ഥലം, അത് ബെർണാല, അത് മർക്കസ് അൽ ഹദീദ്, അത് ലഷ്കർ എ തോയ്ബയുടെ സജീവമായ ലോഞ്ച് പാഡുമായിരുന്നു. ഇതുകൂടാതെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന ആണവ സംഭരണം നടന്നിരുന്ന കിരാന മലനിരകളിലും ഇന്ത്യ ആക്രമണം നടത്തിയതായിട്ട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അവിടെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയതെന്നുള്ളത് ഇപ്പോഴും ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. 100-ലധികം ഭീകരരെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വധിച്ചു എന്നുള്ളത് നമ്മൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും പുറത്തു വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ 100-ലധികം പേരെ വധിച്ചതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആ തലവൻ മസൂദ് അസറിൻ്റെ കുടുംബവും ഉൾപ്പെടുന്നു എന്നുള്ള സംഗതി കൂടിയുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകപക്ഷീയമായ യുദ്ധം ഒരിക്കലും ഇല്ലല്ലോ. ഇന്ത്യക്ക് 6 സൈനികരുടെ വിലപ്പെട്ട ജീവൻ ബലികഴിക്കേണ്ടി വന്നു ഈ സംഗതിയിൽ. പിന്നെ ചില യുദ്ധവിമാനങ്ങളും നഷ്ടപ്പെട്ടതായി വിവരമുണ്ട്. ചില വ്യോമതാവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. അങ്ങനെ ചില ഭാഗിക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും വിവരങ്ങളുണ്ട്. ഇവിടെ പാകിസ്ഥാനും നടത്തിയ പ്രത്യാക്രമണങ്ങൾ, അത് പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും ഗുജറാത്തിലെയും ഉധംപൂർ, പത്താൻകോട്ട്, ആദംപൂർ, ഭൂജ് എന്നീ എയർഫോഴ്സ് സ്റ്റേഷനുകൾക്ക് നേരെ പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഒരേ സമയം ആക്രമണം നടത്തി. കൂടാതെ ശ്രീനഗർ, അവന്തിപ്പോര, ഉധംപൂർ എയർബേസുകൾക്ക് സമീപമുള്ള സ്കൂളുകൾ, മെഡിക്കൽ സെന്ററുകൾ എന്നിവയ്ക്ക് നേരെയും പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തി. അപ്പോൾ ഇന്ത്യ ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് നമ്മുടെ സൈനിക താവളങ്ങൾക്കൊപ്പം സാധാരണക്കാർ അധിവസിക്കുന്ന മേഖലകളിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും ഒക്കെ നടത്തി. പാകിസ്ഥാൻ നടത്തിയ ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യയുടെ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പല മിസൈലുകളെയും നമുക്ക് തടുത്തിടാൻ സാധിച്ചു. പ്രത്യേകിച്ചും ചൈനീസ് നിർമ്മിതമായ PL-15 അടക്കമുള്ളവ. കൂടാതെ പാകിസ്ഥാൻ്റെ 5 യുദ്ധവിമാനങ്ങളും, അത് JF-17 ഉണ്ട്, F-16 ഉൾപ്പെടെ 5 യുദ്ധവിമാനങ്ങളും, കൂടാതെ ഒരു സാബ് 2000 അവാക്സ്, അതൊരു ആകാശ നിരീക്ഷണ വിമാനമാണ്, അതടക്കം വെടിവെച്ചിട്ടു. അപ്പോൾ ഇതെല്ലാം വാർത്തകളിലൂടെ പുറത്തു വന്ന സംഗതികളൊക്കെ തന്നെയാണ്. അതിൽ ഔദ്യോഗികമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതുകൂടി പറയാം. അപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ പറയാതെ പോയ ചില സംഗതികൾ കൂടിയുണ്ട്, അത് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷം എത്രത്തോളം ഈ സൈനിക നടപടിയോട് ആത്മാർത്ഥമായി പിന്തുണച്ചു എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. അവർ ഈ ആക്രമണ നടപടികളെ, അല്ലെങ്കിൽ ഈ ഭീകരതയെ തുടച്ചു നീക്കാൻ നടത്തിയ ഈ സൈനിക നടപടിയെ
സംശയമുനയോടെയാണ് നോക്കിക്കണ്ടത്. പല പല ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടു. ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം അത് എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയമാണ് എന്നാണ് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചത്. കൂടാതെ അവിടെ ഭീകരാക്രമണം നടത്തിയ ആ ഭീകരർ അവരെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല, അവർക്കെതിരെ എന്തുകൊണ്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നില്ല? അതായത് പ്രതിപക്ഷം ഉന്നയിച്ചത് സാധാരണ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള സാധാരണ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു അസാധാരണ ഭീകരാക്രമണമാണ്. അത്തരം ഒരു സംഭവത്തെ, രാജ്യത്തെ വെല്ലുവിളിച്ച നടപടിക്കെതിരെ അസാധാരണ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ടെന്നുള്ള പ്രാഥമിക ബോധം പോലും ഇല്ലാതെയാണ് പ്രതിപക്ഷം അക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയത് എന്നുള്ളത്. കൂടാതെ ഈ ദൗത്യത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് സർക്കാരിന് വ്യക്തതയില്ലായിരുന്നു എന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയായ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സൈനിക നീക്കത്തിന് മുൻപ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുമായി എന്തുകൊണ്ട് നിങ്ങൾ കൂടിയാലോചന നടത്തിയില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അതിലും വേഗം ഉള്ള അതിനേക്കാൾ രൂക്ഷമായ ഒരു സംശയം, ഈ നടപടി എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ നിർത്തി? 88 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സൈനിക നടപടി എന്തുകൊണ്ട് നിങ്ങൾ വേഗത്തിൽ നിർത്തി? അതിന് നിർത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു, ഞാൻ മധ്യസ്ഥ ചർച്ച നടത്തിയത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ടോ, മധ്യസ്ഥനുണ്ടോ? ഇക്കാര്യമായിരുന്നു പ്രതിപക്ഷത്തിന് അറിയാനുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം, ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നോടിയായി തന്നെ പാകിസ്ഥാന് ഇന്ത്യയുടെ നടപടികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നു. കൂടാതെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു, നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? ഈ കാര്യത്തിലും രാഹുൽ ഗാന്ധി പരസ്യ പ്രതികരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നടത്തുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ശത്രുവിൻ്റെ എത്ര വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ത്യൻ ഭാഗത്തെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം പ്രതിപക്ഷങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടിയും നൽകി. ഈ സംഗതി ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച ആ സമയത്ത് വലിയ വാർത്തകൾ വന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വലിയൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതും നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകാം. അത് 2026 ജൂണിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. വ്യോമസേന പുറത്തുവിട്ട റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ രേഖയിലൂടെയാണ് അത് വെളിവാകുന്നത്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ 36 റഫേൽ വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും ലോജിസ്റ്റിക് പിന്തുണയ്ക്കുമായി ബ്രിഡ്ജ് സപ്പോർട്ട് പാക്കേജ് ഉള്ളതായിരുന്നു. അപ്പോൾ ഈ പ്രകാരമുള്ള ടെൻഡർ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. 36 റഫേൽ വിമാനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻഡറാണ് ക്ഷണിച്ചത്. അപ്പോൾ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ ഈ 36 വിമാനങ്ങളും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഈ വെടിനിർത്തൽ എങ്ങനെ ഉണ്ടായി, കാര്യം ട്രംപ് ഇടപെട്ടതാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. അതിനും ഈ ഡോക്യുമെൻ്ററിയിൽ കൃത്യമായ വിശദീകരണം ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, 2025 മെയ് 10 വൈകിട്ട് 3:30 പാകിസ്ഥാന്റെ DGMO മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള അദ്ദേഹത്തെ ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥനെ ബഹുമാന പുരസ്സരം സർ എന്നാണ് സെയിം റാങ്കുള്ള പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥൻ അഭിസംബോധന ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് നേരെ ഇത്രയധികം ബ്രഹ്മോസ് മിസൈലുകൾ വർഷിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായിട്ടുണ്ടാകുമല്ലോ, ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ ചില വാർത്തകളിൽ ഇന്ത്യ ഏതാണ്ട് 12ഓളം ബ്രഹ്മോസ് മിസൈലുകൾ അയച്ചു എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ ഈ ഡോക്യുമെൻ്ററിയിൽ അതിനും ഒരു സ്ഥിരീകരണം വന്നേക്കുന്നു. ഇന്ത്യ 28 ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാന് നേരെ തൊടുത്തുവിട്ടത്, 2 ഘട്ടങ്ങളായിട്ട്. ആദ്യം ഒരു 12 മിസൈലുകൾ തൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് പാകിസ്ഥാൻ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു 16 എണ്ണം കൂടി തൊടുത്തു വിട്ടു. അപ്പോൾ ഈ ഒരു ആഘാതത്തിൽ നിന്നാണ്, ഈ ആഘാതത്തിൽ പാകിസ്ഥാന്റെ സകലമാന പ്രതിരോധ സംവിധാനങ്ങളും തച്ചുടയ്ക്കുന്നൊരവസ്ഥ വന്നു. പ്രധാന വ്യോമ താവളങ്ങൾ തകർക്കുന്നൊരു അവസ്ഥ വന്നു. ഇതോടുകൂടിയാണ് പാകിസ്ഥാൻ സുല്ലിടുന്ന
ഒരവസ്ഥയിലേക്ക് പോയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിരന്തര അഭ്യർത്ഥനകൾ പരിഗണിച്ച് മെയ് 10 വൈകിട്ട് 5:30 ഇരു രാജ്യങ്ങളും ഈ ആക്രമണം അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. 2025 മെയ് 9 രാത്രി നമ്മുടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തതായിട്ട് പറയുന്നത് നേരത്തെ വാർത്ത വന്ന സംഗതിയാണ്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു, ഇത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, പാകിസ്ഥാൻ എത്രയാണോ ഇങ്ങോട്ട് തരുന്നത് അതിൻ്റെ 3 ഇരട്ടി ഞങ്ങൾ തിരിച്ചു കൊടുക്കും, അതേ നാണയത്തിൽ മറുപടി കൊടുക്കും എന്നുള്ള ഒരു മറുപടി JD വാൻസിന് കൊടുത്തു. ഇതല്ലാതെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയെ നേരിട്ട് ഫോണിൽ വിളിച്ചത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ വെളിപ്പെടുത്തലുകളോ തെളിവുകളോ പുറത്തു വന്നിട്ടില്ല. അക്കാര്യവും ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചിട്ടുള്ള ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് സമയപരിമിതിയിൽ കൊണ്ട് വളരെ കുറഞ്ഞ ഒരു വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. ആ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അത് മുഴുവൻ കാണാം. ഏതാണ്ട് 2 വാള്യങ്ങളായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടപ്പിലാക്കിയ ആ വലിയ പദ്ധതി എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും. ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളും അവ്യക്തതകളും ആശങ്കകളും ഇതോടെ അവസാനിക്കുകയാണ്. ചിലർക്ക് ഇപ്പോഴും ചില സംശയങ്ങളും ചില ആവലാതികളും ഉണ്ട്. അവരുടെ മാനസികാവസ്ഥയ്ക്ക് നമുക്കൊരു കാലത്തും പരിഹാരം ഉണ്ടാക്കാനും സാധിക്കില്ല. അതായാലും ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ്. ഭീകരതയെ തുടച്ചു നീക്കാനായിട്ട് ഇന്ത്യ എടുത്ത ഒരു സുപ്രധാനമായ ഒരു നടപടിയാണ്. ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തും, ആ തിരിച്ചടി താങ്ങാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പാകിസ്ഥാന് കൊടുത്തത്. അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഒരു തിരിച്ചുവരവിന് സാധ്യമാകാത്ത വിധം കുറഞ്ഞ പക്ഷം കുറേ നാളത്തേക്കെങ്കിലും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അടഞ്ഞു തന്നെ കിടക്കും എന്നുള്ളൊരു പ്രത്യാശ നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും.